ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് മൺഡേ ഗൈഡൻസ് ആണ് നോക്കുന്നത്, അതായത് ജൂൺ 23 എനർജിയാണ്. ഈ ഒരു റീഡിംഗ് കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 പിക്ചേഴ്സ് കാണാൻ സാധിക്കും, പയൽ 1 ആൻഡ് പയൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നും ഒരു എനർജി ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ മൺഡേ ഗൈഡൻസ് എന്താണെന്ന്. പയൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ ജൂൺ 23 എനർജി എന്താണ്? താങ്ക് യു. സ്വീറ്റ് ട്രീറ്റിൻ്റെ എനർജി വരുന്നുണ്ട്. ഇന്നത്തെ ദിവസം കുറച്ചും കൂടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. ചിലപ്പോൾ ഫുഡ് ഹാബിറ്റ്സ് ആയിരിക്കാം, നല്ല പോഷക ഗുണമുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ദിനചര്യ അതായിട്ട് കണക്ട് ചെയ്യുക. അത് നിങ്ങളെ കുറേ കൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ബോഡി പെയിൻ, ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ കുറച്ചൊന്ന് റെസ്റ്റ് ആൻഡ് റിപ്പയർ എടുക്കാനായിട്ടും പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മീ ടൈം, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തുക. അതും കുറച്ചും കൂടെ നിങ്ങളെ സഹായിക്കുന്നതാണ് റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ്, അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എനർജീസായിട്ട് കണക്ട് ചെയ്യുക. അതും കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഒരു ബിറ്റർ സ്വീറ്റ് ആയിട്ടുള്ള എനർജി കാണുന്നുണ്ട്, ഒരു കൈപ്പേറിയ അനുഭവം. രണ്ടും കലർന്ന ഒരു എനർജിയാണ്. ഒത്തിരി സ്നേഹമുണ്ട്, പക്ഷേ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടാകാം. അപ്പോൾ അത് ലെറ്റ് ഗോ ചെയ്യാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. ഇവിടെ നെക്സ്റ്റ് വന്നിട്ട് ബിൽഡ് സ്ട്രെങ്ത് ആണ്. പറഞ്ഞില്ലേ, നിങ്ങളുടെ ആരോഗ്യം കുറച്ചും കൂടെ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ സ്ട്രെങ്ത്തിൽ വർക്ക് ചെയ്യുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. ബാക്കിയുള്ള എനർജീസ് എന്താണെന്ന് നോക്കാം. താങ്ക് യു. ഏസ് ഓഫ് വോൺസിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ ഇൻസ്പിറേഷൻ, പ്രചോദനങ്ങൾ വരുന്നുണ്ടാകാം. പുതിയതായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യാനായിട്ടായിരിക്കാം, ചിലപ്പോൾ കുക്കിംഗ് ആയിരിക്കാം, പുതിയ ഡിഷസ് ട്രൈ ചെയ്യാനായിട്ടുള്ള ഇൻസ്പിറേഷൻ, ഒരു ഊർജ്ജമായിരിക്കാം. അല്ലെങ്കിൽ പാസ്റ്റിലെ എന്തെങ്കിലും കാര്യങ്ങൾ അത് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ട് പുതിയ രീതിയിൽ ചിന്തിക്കാനായിട്ടുള്ള ഒരു എനർജി, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹെൽപ്പ്, സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചിലപ്പോൾ എന്തെങ്കിലും അഡ്വൈസ് ആയിരിക്കാം, എന്തെങ്കിലും ഗൈഡൻസ് ആയിരിക്കാം നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകുക. അപ്പോൾ അത് നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങളുടെ ഉള്ളിലോട്ട് ഉൾക്കൊള്ളാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ അത് ഒത്തിരി ക്ലെൻസിങ് എനർജി ആയിട്ട്, ശുദ്ധീകരണത്തിൻ്റെ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. ചിലപ്പോൾ നിങ്ങളുടെ ചിന്തകളിലായിരിക്കാം ഈ ഒരു പ്യൂരിഫിക്കേഷൻ വരുന്നത് ഈ ഒരു സമയത്ത് വന്നിട്ട്. 6 ഓഫ് കപ്സിൻ്റെ എനർജി എഗെയിൻ, ഇത് പാസ്റ്റ് ഹീലിംഗ് ആണ് കാണുന്നത്. എന്തെങ്കിലും പാസ്റ്റിലെ ഇഷ്യൂസിൽ കുറച്ച് പേർക്ക് ഹീലിംഗ് വരുന്നതാണ്. കുട്ടികൾ അല്ലെങ്കിൽ കുട്ടിക്കാലമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസിലായിരിക്കാം കുറച്ച് പേർക്ക് അവിടെ പോസിറ്റീവ് എനർജി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ പാസ്റ്റിലെ മെമ്മറീസ് റിട്ടേൺ ആയിട്ട് വരുന്നതായിരിക്കാം. പാസ്റ്റിലെ എന്തെങ്കിലും നല്ല നല്ല എനർജീസ് നിങ്ങൾക്ക് ഓർക്കാനായിട്ട്, ആ ഒരു മെമ്മറി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ഉണ്ടാകുന്നതാണ്. നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജി, ഇതിലൊത്തിരി സക്സസ്, വിക്ടറി, വിജയത്തിൻ്റെ എനർജിയാണ് കാണുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട്, നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നേടാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം. ട്രാവൽ, വെക്കേഷൻ, അതിൻ്റെ ഒരു ഊർജ്ജവും കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കാം ഫ്യൂച്ചറിലോട്ട്, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അറിയിപ്പുകൾ, ഇൻഫർമേഷൻ, മെസ്സേജസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വാഹന സംബന്ധമായിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂ എനർജി വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് അഗെയിൻ ഹയർ പെർസ്പെക്റ്റീവാണ്, ഉയർന്ന രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഊർജ്ജമാണ് കാണുന്നത്. കുറച്ച് പേർക്ക് ഇത് ഷോർട്ട് ട്രിപ്സുമാകാം, ചെറിയ ചെറിയ യാത്രകൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടാകാം. അത് നിങ്ങളെ ഒത്തിരി ഹാപ്പി ആയിട്ട് നിർത്തുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജി, കുറച്ച് പേർക്ക് ഇവിടെ എൻഡിങ്സ് ആണ് കാണുന്നത്. എന്തെങ്കിലും ഡാർക്ക് ഫേസ്, എന്തെങ്കിലും വിഷമം നൽകുന്ന എന്തെങ്കിലും എനർജീസിൽ ഒരു ബാലൻസ് വരുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓക്കെ, ബാക്കിയുള്ള എനർജീസ് നോക്കാം. താങ്ക് യു. 5 ഓഫ് കപ്സിൻ്റെ എനർജി,
ഇതിലും ഒത്തിരി ഹീലിങ്ങിനുള്ള അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് ആണ് കാണുന്നത്. റിലേഷൻഷിപ്പ്, വ്യക്തിബന്ധങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ, നിങ്ങളുടേതായിട്ടുള്ള ആരോടും പറയാൻ സാധിക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും എനർജീസ് കാണും. അതിൽ കുറച്ച് പേർക്ക് ഒരു ഹീലിംഗ്, ഒരു മാറ്റം വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി, കുറച്ച് പേർക്ക് ഇത് മദറായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഊർജ്ജമാണ്. മദർ ഹീലിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ അമ്മയായിട്ട് കുറച്ചും കൂടെ കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം വരുന്നുണ്ടാകുക. ഒത്തിരി ഹാർട്ട് സ്പേസ് ആയിട്ട്, ഹാർട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജിയാണ് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ആയിട്ട് വരുന്നത്. ഫൈനൽ എനർജി നോക്കാം. താങ്ക് യു. ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് യു ക്യാൻ ഡു എനിത്തിങ്. നിങ്ങളെ കുറച്ചും കൂടെ ബിലീവ് ചെയ്യുക, ട്രസ്റ്റ് ചെയ്യുക, വിശ്വസിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം ഒത്തിരി കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട്, പോസിറ്റീവ് എനർജിയിൽ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ റിസ്ക്, എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടാകാം. ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള എന്തെങ്കിലും എനർജീസ് ആയിരിക്കാം. അപ്പോൾ ആദ്യം അത് നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫെയിലിയറായി പോകുന്നുണ്ടാകാം, പേടി വരുന്നുണ്ടാകാം, ഫിയർ വരുന്നുണ്ടാകാം. അപ്പോൾ അവിടെയെല്ലാം ഈ ഒരു ഊർജ്ജം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബിലീവ് ചെയ്യുക നിങ്ങളെ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, നിങ്ങളുടെ ആ ഒരു പർപ്പസ്, കോസ്, അത് നിങ്ങൾ ബിലീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഓവറോൾ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്നെക്കൊണ്ടെല്ലാം സാധിക്കുന്നതാണ്, എല്ലാം പോസിബിൾ ആകുന്നതാണ്. കുറച്ചും കൂടെ ആ ഒരു ഗ്രേറ്റ്ഫുൾ എനർജിയിലും ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അതും സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ മൺഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ മൺഡേ ഗൈഡൻസ് എന്താണെന്ന്. പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ എനർജീസ് എന്താണ്, ജൂൺ 23 ഗൈഡൻസ് എന്താണ്. താങ്ക് യു. സ്പെൻഡ് ടൈം വിത്ത് ആനിമൽസ്. ഇന്നത്തെ ദിവസം നല്ല ഊർജ്ജമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഒത്തിരി ഹീലിംഗ് നൽകുന്ന, നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം, ഹാപ്പിനെസ് നൽകുന്ന എനർജീസായിട്ട് കണക്ട് ചെയ്യാനായിട്ടാണ് മെയിനായിട്ട് ഇവിടെ പറയുന്നത്. കുറച്ച് പേർക്ക് ഇവിടെ അറിവ്, ജ്ഞാനത്തിൻ്റെ എനർജിയാണ്. അതും നിങ്ങളെ ഒത്തിരി സഹായിക്കുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് മണി, ഫിനാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, മഹാലക്ഷ്മിയുടെ ഊർജ്ജവും കാണുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ പോസിറ്റിവിറ്റി, കുറച്ചും കൂടെ ഒരു അബണ്ടൻറ്റ് മെൻറ്റാലിറ്റിയിൽ, സമ്പൽ സമൃദ്ധിയുടെ ആ ഒരു എനർജിയിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് ചിലപ്പോൾ നിങ്ങളെക്കുറിച്ചിട്ടായിരിക്കാം. നല്ല കാര്യങ്ങൾ പറയാനായിട്ട്, ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. അതും കുറച്ച് പേരെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് കുറച്ചൊരു ഫോക്കസ്, ശ്രദ്ധ ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. ചില സന്ദർഭങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധക്കുറവ് കൊണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ടാകാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ എനർജി ക്ലെൻസ് ചെയ്യാനായിട്ട്, ക്ലിയർ ആക്കാനായിട്ടുള്ള ടെക്നിക്സ്, ഐഡിയാസ് നിങ്ങളുടെ ഉള്ളിലുണ്ടാകാം. ചിലപ്പോൾ ഒരു സോൾട്ട് ബാത്ത് എടുക്കുന്നതായിരിക്കാം, കാൻഡിൽസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കാം, ക്രിസ്റ്റൽസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് കുറച്ചൊരു പോസിറ്റിവിറ്റി നൽകുന്നത്. കുറച്ച് പേർക്ക് ഗാർഡനിങ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഊർജ്ജമാണോ ഒരു പോസിറ്റിവിറ്റി നൽകുന്നത് അത് ആയിട്ട് കണക്ട് ചെയ്യുക. അതും നിങ്ങളെ ഈ ഒരു സമയത്ത് കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട്, കുറച്ചും കൂടെ ഹാപ്പിനെസ്സിൻ്റെ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് കോൺഫിഡൻസും ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. നിങ്ങളെ ബിലീവ് ചെയ്യേണ്ട ഒരു എനർജിയും ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. ചിലപ്പോൾ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ യുണീക്കായിട്ടുള്ള എനർജി ചിലപ്പോൾ മറ്റുള്ളവർ അംഗീകരിക്കാനായിട്ട്, അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. നിങ്ങൾക്ക് അധികം പരിഗണന നൽകാതിരിക്കുക, കുറച്ചൊരു അങ്ങനത്തെ ഒരു ഊർജ്ജം, തിരസ്കരിക്കുന്ന ഒരു ഊർജ്ജം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അവോയ്ഡൻസിൻ്റെ എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അവിടെ കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട്, പോസിറ്റീവായിട്ട്, കുറച്ചും കൂടെ കോൺഫിഡൻസിൻ്റെ എനർജിയിൽ, ആത്മധൈര്യത്തിൻ്റെ എനർജിയിൽ ഇരുന്നിട്ട് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും കുറച്ച് പേരെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. ബാക്ക്ലെസ് സിങ്ങിൻ്റെ എനർജി, ഹൈഡ്രേറ്റിൻ്റെ എനർജിയും വരുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം കുടിക്കാനായിട്ടും ശ്രമിക്കുക. ത്രോട്ട് ചക്ര, അഗെയിൻ ത്രോട്ട് ചക്ര പോസിറ്റീവായിട്ട് നിലനിർത്തുക. കുറച്ച് പേർക്ക് ഹെയറാണ്. ഹെയറിൽ കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കുക. ചിലപ്പോൾ ഹെയർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാകാം, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അപ്പോൾ അവിടെ കുറച്ചൊരു ശ്രദ്ധ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന ആക്സസറീസ് ആണ്, അവിടെ കുറച്ചൊരു ശ്രദ്ധ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഇലക്ട്രിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ശ്രദ്ധയോടുകൂടി ഹാൻഡിൽ ചെയ്യാനായിട്ടും ശ്രമിക്കുക.
കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ഒത്തിരി ഡ്രീംസ് ഉണ്ട്, ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ അതിന് വേണ്ടിയിട്ട് ആക്ഷൻസ്, നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് വൈകുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു ശ്രദ്ധ, അറ്റൻഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇൻസ്പയർഡ് ആയിട്ടുള്ള ആക്ഷൻസ്, തീരുമാനങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ട സമയത്ത് കറക്റ്റായിട്ട് പ്രവർത്തിക്കണം. എന്നാൽ മാത്രമാണ് അവിടെ ഒരു പുരോഗതി, നിങ്ങളുടെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിൽ കുറച്ചും കൂടെ ഊർജ്ജം, ശ്രദ്ധ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമാക്കി തീർക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. ബാക്കിയുള്ള എനർജീസ് എന്താണെന്ന് നോക്കാം. താങ്ക് യു. Three of Swords in energy, Ten of Wands in energy. കുറച്ച് പേർക്ക് ഇവിടെ ഞാൻ പറഞ്ഞ ആ ഒരു ഹീലിംഗ് എനർജിയാണ് വരുന്നത്. എന്തെങ്കിലുമൊക്കെ ഹാർട്ട് സ്പേസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഊർജ്ജം നിങ്ങളെ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ പാസ്റ്റിലെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളായിരിക്കാം. കുറച്ച് പേർക്ക് ഇത് പൂർവികരായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ഫാമിലി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം, ഇൻലോസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിരിക്കാം. അപ്പോൾ ആ ഒരു എനർജി നിങ്ങളെ ഒത്തിരി അലട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ പാസ്റ്റിൽ, കുറച്ച് പേർക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബിഗ് ഡിസിഷൻ, ഒരു വലിയൊരു തീരുമാനം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് മനസ്സിലുള്ള ഭാരം നിങ്ങൾ ഇറക്കി വെക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജി ആയിരിക്കാം, ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് പ്രശ്നമുള്ളത്, ഇപ്പോൾ കടമാണെങ്കിൽ അവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടാകാം. അതായത് കറക്റ്റ് സമയത്ത് ഞാൻ ഈ ഒരു ഡേറ്റ്സിൽ ഞാൻ കൊടുത്തു തീർക്കുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ഉറച്ച തീരുമാനം കുറച്ച് പേര് എടുക്കുന്നുണ്ടാകാം. അത് നിങ്ങളെ എന്തെങ്കിലുമൊക്കെ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ തരണം ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ ഒത്തിരി ദുഃഖിക്കുന്ന എനർജി, ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ അവിടെ ഒരു സപ്പോർട്ടായിട്ട് നിങ്ങൾ നിൽക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ സാമീപ്യം, നിങ്ങളുടെ എനർജി ഈ ഒരു വ്യക്തിനെ ഹീൽ ചെയ്യാനായിട്ട് ഒത്തിരി സഹായിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വേർഡ്സ്, അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി ഇൻസ്പിറേഷൻ കൊടുക്കുന്നുണ്ടാകാം ആ ഒരു വ്യക്തിക്ക് വന്നിട്ട്, അതും ഒത്തിരി സഹായമായിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും നിങ്ങൾ ആ ഒരു എനർജി ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കാം. Three of Pentacles in energy. Yes, ഷെയറിങ് മെൻറ്റാലിറ്റിയാണ് കാണുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക, ഒരുമിച്ച് സോൾവ് ചെയ്യുക, ആ ഒരു എനർജി കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓക്കെ, കുറച്ച് പേർക്ക് വർക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, കർമ്മ അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടും ഒത്തിരി പോസിറ്റീവ് എനർജി കാണുന്നുണ്ട്. ജോലിയിൽ നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള ടാലൻസ് നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ടായിരിക്കാം, കഴിവുകൾ നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ടായിരിക്കാം. അതുവഴി എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് എനർജി, ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകാം. അപ്പോൾ ഒത്തിരി പോസിറ്റിവിറ്റി, ഗ്രൂപ്പ് ആക്ടിവിറ്റി ത്രൂ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. വേറെ എന്ത് എനർജിയാണുള്ളത്? താങ്ക് യു. ഏസ് ഓഫ് സോഡ്സിൻ്റെ എനർജി, ഇവിടെ ഒരു പ്രോഗ്രസ് ആണ് കാണുന്നത്, പുരോഗതിയുടെ എനർജിയാണ് കാണുന്നത് ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ. അഗെയിൻ ഒത്തിരി കാൽക്കുലേഷൻസ് നടത്തുന്നതായിട്ട്, ഒത്തിരി കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും നിങ്ങളുടെ ലൈഫിലൊരു മുന്നോട്ടൊരു പുരോഗതി, ഗ്രോത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സ്റ്റെപ്സ്, എന്തെങ്കിലുമൊക്കെ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേര് ഈ ഒരു സമയത്ത് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ പഠന വിഷയമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ മാത്സിൽ വീക്ക് ആണെങ്കിൽ ഒരു ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് നേടുക, ഒരു ഗൈഡൻസ് നേടുക, ആ ഒരു എനർജി ആയിട്ടും കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇവിടെ കാതുകൾ, ഇയേഴ്സും ഇവിടെ ഒത്തിരി ഫോക്കസിൽ വരുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നതായിരിക്കാം, പുതിയ ഐഡിയ, എന്തെങ്കിലുമൊക്കെ പുതിയ ട്രെൻഡ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഒത്തിരി പുതുമയുടെ എനർജി കാണുന്നുണ്ട്, പുതിയതായിട്ട് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ എനർജിയും കാണുന്നുണ്ട് കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം വന്നിട്ട്. വേറെ എന്താണ്? 9 of Wandsൻ്റെ എനർജി. ഒത്തിരി ചാലഞ്ചസ്, പ്രശ്നങ്ങൾ, കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് ഈ ഒരു ദിവസം ബ്ലെസ്സിങ് ഉണ്ടാകുന്നതാണ്. പേജ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഇത് അഗെയിൻ 9+1 10ൻ്റെ എനർജിയാണ് കാണുന്നത്.
എത്ര ടഫ് സിറ്റുവേഷൻ ആണെങ്കിലും അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട്, അവിടെ ഒരു എൻഡിങ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. വേറെ എന്ത് എനർജിയാണ്? താങ്ക് യു. കുറച്ച് പേർക്ക് ഇത് കെയർ ഫ്രീ ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം. താങ്ക് യു. 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. ഇതിലൊത്തിരി ഹീലിംഗ് ആണ് കാണുന്നത്, ഒത്തിരി റിക്കവറിയുടെ എനർജി കാണുന്നുണ്ട്. അഗെയിൻ ഈ ഒരു സെയിം എനർജി തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നേക്കുന്നത്. ജോലി സംബന്ധമായിട്ടുള്ള ആ ഒരു ഊർജ്ജത്തിലായിരിക്കാം ഒരു പോസിറ്റിവിറ്റി, ഒരു റിക്കവറി നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. 7 ഓഫ് വാൻഡ്സിൻ്റെ എനർജി. ഇവിടെയും ഒത്തിരി സ്ട്രെങ്ത്ത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ടും നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ അതിർവരമ്പുകൾ സ്ട്രോങ് ആക്കി നിർത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. ഇവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ എനർജിയും കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് പണിയാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. വീടായിരിക്കാം, ഓഫീസ് സ്പേസ് ആയിരിക്കാം, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എനർജിയും കാണുന്നുണ്ട്. അവിടെയും ഒത്തിരി സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാനായിട്ട് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. ഫൈനൽ എനർജി നോക്കാം. താങ്ക് യു. ഇവിടെ വന്നിട്ട് ഡ്രീം ബിഗിൻ്റെ എനർജിയാണ്. മേക്ക് ടുഡേ അമേസിങ്. ഇവിടെ നിങ്ങളുടെ സ്വപ്നങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ സ്വപ്നം കാണാനായിട്ട്, പ്രതീക്ഷിക്കാനായിട്ട് ശ്രമിക്കാനായിട്ടാണ് ഈ ഒരു ദിവസം നിങ്ങളോട് പറയുന്നത്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ മാക്സിമം നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, മറ്റുള്ളവർ എന്നെക്കുറിച്ചിട്ട് എന്ത് ചിന്തിക്കും, ആ ഒരു എനർജിയിലോട്ട് പോകാതിരിക്കുക. അതും കുറച്ച് പേരെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ മൺഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.